ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ മലപ്പുറം MSP ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായി മന്ത്രി MSP പരേഡ് ഗ്രൌണ്ടിലെത്തിയത്. ദേശീയ പതാക ഉയർത്തിയ ശേഷം മന്ത്രി തുറന്ന വാഹനത്തിൽ പരേഡ് പരിശോധിക്കുകയും പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഡയസിന് മുന്നിലൂടെ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നത് മലബാർ സ്പെഷ്യൽ പോലീസ് ബറ്റാലിയൻ പട്ടാളം നയിക്കുന്നത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ മുഹമ്മദ് മസൂഖ്. തൊട്ടുപിറകിലായി ജില്ലാ പോലീസ് പുരുഷ TPS. മൂന്നാമതായി ശ്രീ സുഭഗ വനിതാ വിഭാഗം പട്ടാളം വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. നയിക്കുന്നത് ശ്യാം ശരൺ. NSS കോളേജ് മഞ്ചേരിയുടെ സീനിയർ NCC ബോയ്സ് പട്രോൾ നയിക്കുന്നു ഇഷാം റിബു. ജസീൽ അബൂബക്കർ. നയിക്കുന്ന സീനിയർ SPC MSP HSS മലപ്പുറം പട്ടൂൺ ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നു. SPC ഗേൾസ് MSP ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നയിക്കുന്നു ഷിഹാസ് ഷബീബ്. ഇപ്പോൾ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നു പോകുന്നത് അനാമിക വി നയിക്കുന്ന MSP HSS മലപ്പുറത്തിന്റെ SPC. രണ്ടാമതായി IGMMR സ്കൂൾ നിലമ്പൂരിന്റെ SPC ഗേൾസ് പട്ടൂൺ വിശിഷ്ടാതിഥിക്ക് ഉപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. നയിക്കുന്നത് ദൃശ്യ BS. 20ാമത് പ്ലറ്റൂൺ 25ാമതായി ജൂനിയർ സ്കൗട്ട് ബോയ്സ് സെന്റ് ജമാസ് GHSS മലപ്പുറം നയിക്കുന്നു ആദിദേവ് കൃഷ്ണ. ഇന്നത്തെ പരേഡിന് ബാങ്ക് മേളം ഒരുക്കിയിരിക്കുന്നത് സെന്റ് ജമാസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. ബാങ്കിനെ നയിക്കുന്നു ആൻഡ് റേസ് ജോബി. 26ാമത് സീനിയർ ഗൈഡ്സ് സെന്റ് ജമാസ് GHSS മലപ്പുറം പട്ടൂണിനെ നയിക്കുന്നത് നൈഷ. AUPS മലപ്പുറത്തെ നയിക്കുന്നു ഫാത്തിമ ഐഫ. സഹോദരന്മാരെ, പ്രിയ സേനാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് പരമോന്നതമായ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ നമ്മുടെ മാതൃഭൂമി ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി ആയതിൻ്റെ അഭിമാന സ്മരണ പുതുക്കുന്ന ഈ ദിനത്തിൽ സഹോദരന്മാർക്കെല്ലാം എൻ്റെ ഹൃദയപൂർവ്വമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. റിപ്പബ്ലിക് ദിനം ഒരു പതാക ഉയർത്തലിൻ്റെയോ പരേഡിൻ്റെയോ ഔപചാരിക ചടങ്ങിൻ്റെയോ ദിനം മാത്രമായി അവസാനിക്കേണ്ട ഒന്നല്ല. അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ആത്മാവിനോട് നാം നടത്തുന്ന ഒരു ആഴത്തിലുള്ള സംവാദമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ്? ജനാധിപത്യം എങ്ങനെ നിലനിൽക്കണം? ഭരണഘടന നമ്മുടെ ജീവിതങ്ങളെ ഇനിയും എങ്ങനെ നയിക്കണം? ഈ ചോദ്യങ്ങൾ സത്യസന്ധമായി പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ദിനം കൂടിയാണ് റിപ്പബ്ലിക് ദിനം. ചരിത്രത്തിലെ ഒരു നൈതിക തീരുമാനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. അനിയന്ത്രിത അധികാരത്തിൻ്റെ നിരാകരണം പൂർണ്ണമായും നടപ്പിലാക്കിയ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന ബോധ്യമാണ് നമ്മുടെ രാജ്യത്തെ വരുംകാലം നയിക്കുക. ഈ ഉറച്ച പ്രഖ്യാപനം വന്ന് അധികാരത്തിൽ ഭരണഘടനയുടെ പരിധിക്കുള്ളിലേക്ക് നിജപ്പെടുത്തിയ ദിനം കൂടിയാണ്
ജനുവരി 26. ചരിത്രം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. അധികാരം നിയന്ത്രണമില്ലാതെ പ്രവർത്തിക്കുമ്പോൾ അത് ഒടുവിൽ ഹിംസയിലേക്കും അനീതിയിലേക്കും വഴിതെറ്റും. ചരിത്രത്തിൻ്റെ നാളുകളിൽ ഉറങ്ങുന്ന ആ പാഠങ്ങളാണ് നമ്മുടെ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യ അവസാന കാവലാളായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മുടെ ഭരണഘടന വെറും ഒരു സാങ്കേതിക നിയമരേഖയല്ല, അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ നയിക്കുന്ന ഒരു സാമൂഹിക നൈതിക ഉടമ്പടിയാണ്. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തലും അസമത്വവും അനുഭവിച്ച ജനതയുടെ വിമോചനത്തിൻ്റെ പ്രഖ്യാപനമാണ് ഭരണഘടന. ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെ ദിശാസൂചിക കൂടിയാണ് അത്. വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ ഭരണഘടനയാണ് ഇന്ത്യയാവുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ പോലും ബുൾഡോസർ രാഷ്ട്രീയത്തിൻ്റെ വെല്ലുവിളി നേടുന്ന കാലമാണ് നമ്മൾ കാണുന്നത്. മതനിരപേക്ഷത മൂല്യങ്ങളും ഫെഡറൽ തത്വങ്ങളും ബോധപൂർവം വിസ്മൃതിയിലേക്ക് എറിയപ്പെടുന്ന കാലം. വൈവിധ്യങ്ങളെ നിരസിച്ചു ഏകാധിപത്യ ചിന്താധാരകൾ പുറമെടുക്കാൻ ശ്രമിക്കുന്ന കാലം. ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കപ്പെടുന്ന കാലം. ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും രാഷ്ട്രീയ വേട്ടയാടുകൾക്ക് ഉപകരണമാകുന്ന കാലം. ആ കാലത്തും പ്രതിരോധം തീർക്കാൻ നമുക്ക് മുന്നിലുള്ളത് ഭരണഘടനാ തത്വങ്ങളാണ്. അനീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് നമ്മുടെ ഭരണഘടനയുടെ ശ്വാസം. ഈ മൂല്യങ്ങളാണ് ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കി മാറ്റുക മാത്രമല്ല ഒരു സൈനിക സമൂഹമായി നിലനിർത്തുന്നത്. മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ജാതിയുടെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന അഹിംസയുടെയും വെറുപ്പിൻ്റെയും പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള കവചമായി നമ്മുടെ ഭരണഘടനയെ ചേർത്ത് പിടിക്കണം. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിൻ്റെ ശക്തിയല്ല, അത് ഭൂരിപക്ഷത്തിൻ്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ്. ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങൾ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങളെ തകർക്കാനുള്ള ഉറപ്പായി നമ്മൾ കാണരുത്. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ സാമൂഹിക ജനാധിപത്യം അനിവാര്യമാണെന്ന് അംബേദ്കർ ചിന്താഗതിയാണ് നമ്മളെ നയിക്കേണ്ടത്. ഭരണഘടനാ ശില്പികൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഭരണഘടന എത്ര മികച്ചതായാലും അത് നടപ്പിലാക്കുമ്പോൾ ഭരണഘടനാപരമായുള്ള നൈതികമായ പാലിക്കാതെ പക്ഷം അത് അത്തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് അത് ഭരണഘടന പരാജയപ്പെടും എന്ന് തന്നെ അംബേദ്കറുടെ വാക്കുകൾ ഓർമ്മിക്കേണ്ടതാണ്. ഭരിക്കുന്നവരെ ഒരു നൈതിക ഓർമ്മിപ്പിക്കേണ്ട ഒരവസ്ഥയിലാണ് നാം എത്തി നിൽക്കുന്നത്. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല, അതൊരു മതേതര റിപ്പബ്ലിക്കാണ് എന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും മതരാഷ്ട്രത്തിൻ്റെ ശിലാസ്ഥാനം ലക്ഷ്യം വെക്കുന്നവരോട് ഉറക്കെ പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. മതത്തിൻ്റെ പേരിൽ വെറുപ്പ് വിതയ്ക്കുന്ന ഏത് ശ്രമവും ഭരണഘടനയുടെ ആത്മേവനെയാണ് എതിർക്കുന്നത്. ഇന്ത്യയായി നിലനിൽക്കാൻ ഭരണഘടന ജീവിക്കണം. പക്ഷേ ഭരണഘടന പുസ്തകങ്ങളിലേക്ക് മാത്രം ജീവിച്ചാൽ പോരാ, അത് നമ്മുടെ വാക്കുകളിലും തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും ജീവിക്കണം. നിയമത്തിൻ്റെ ശക്തവും നീതിയാൽ മഹത്തരമായ മനുഷ്യത്വത്താൽ സമ്പന്നമായ ഒരു റിപ്പബ്ലിക്ക് നമുക്ക് ഒരുമിച്ച് നിർമ്മിക്കാം. അധികാര വികേന്ദ്രവും ജനകീയ പങ്കാളിത്തവും മുൻനിർത്തി കേരളം ഉയർത്തിപ്പിടിക്കുന്ന ബദൽ വികസന ഭരണ മാതൃകകൾ രാജ്യത്തിന് മുന്നിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രതിരോധം അതൊരു മാതൃകയാണ്. വികസനം മനുഷ്യനെ മറന്നാൽ അത് പുരോഗതിയല്ല, മനുഷ്യ കേന്ദ്രീകൃതമായ വികസനമാണ് ഭരണഘടനയുടെ ദർശനം. അത്തരത്തിൽ മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന നവകേരളത്തിനായി പുരോഗമന മതേതര ഇന്ത്യക്കായി നമുക്ക് നിലകൊള്ളാം. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവരെയും പരേഡ് അഭിവാദ്യം ചെയ്തു. MSP അസിസ്റ്റന്റ് കമാൻഡന്റ് കെ രാജേഷ് പരേഡ് നയിച്ചു. സായുധ പോലീസ് ഇൻസ്പെക്ടർ പ്രദീപ് കെ മാനൂർ സെക്കൻഡ് ഇൻ കമാൻഡറായി. MSP, സായുധ പോലീസ്, പ്രാദേശിക പോലീസ്, വനിതാ പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, ഫോറസ്റ്റ്, NCC, SPC, സ്കൌട്ട് ആൻഡ് ഗൈഡ്, ബാൻഡ് ടീം, റെഡ് ക്രോസ് തുടങ്ങി 38 പ്ലാറ്റൂണുകൾ പരേഡിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് MTN ന്യൂസ്.
വെറും 999 രൂപയ്ക്ക് കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ട് AC റൂം കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കോട്ടക്കൽ ആര്യ വൈദ്യശാലയുടെ തൊട്ടടുത്തായിട്ടുള്ള ഹാർമണി റെസിഡൻസിയിലാണ് ഞാൻ എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഹൈലൈറ്റ്സ് വരുന്നത്? മെയിൻ ഹൈലൈറ്റ് ആര്യവൈദ്യശാല വാക്കിംഗ് ഡിസ്റ്റൻസ്, പിന്നെ എയർപോർട്ട് 30 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷൻ ഇവിടെ അടുത്തല്ല, 15 കിലോമീറ്റർ. ഇത് റൂം ഒന്ന് കാണാൻ പറ്റും? തീർച്ചയായും. വെറും 999 രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള AC റൂം, അതും മിനി കിച്ചൺ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്. ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഓരോ റൂമും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിഫറെന്റ് തീമിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൂംസ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സ്പേഷ്യസ് ആണ്. മാത്രമല്ല എല്ലാ റൂംസിലും ഫ്രീ വൈഫൈ കണക്ഷനും അവൈലബിൾ ആണ്. വെറും 599 രൂപയ്ക്കും ഇവിടെ റൂംസ് അവൈലബിൾ ആണ് കേട്ടോ. ടീമായിട്ട് വരുന്നവർക്ക് ഇതുപോലെയുള്ള ഡോർമിറ്ററി സൗകര്യം കൂടെയുണ്ട്. വിശാലമായ കാർ പാർക്കിംഗ് ഏരിയയുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബുക്കിംഗ്സിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.